ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, പരിചിതനായ സഹോദരനെ വഴി കണ്ടു. അപ്പോൾ ചോദിച്ചു, ഒരു കഷ്ടിച്ചൊരു 10-26 വയസ്സേ ഉള്ളൂ, ഒരു ശുശ്രൂഷനാണ്. ഏകപ്പ എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നോ? പുള്ളിയോട് പറഞ്ഞു, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ദേവദാസൻ ഇപ്പോൾ എവിടെയാ? ഞാൻ ചോദിച്ചു, നീ കോഴിപ്പൂവനെ വിഴുങ്ങിയോ ജീവനോടെ? അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഒരു കൃപയെന്നാണ് ആളുടെ ധരിച്ചിരിക്കുന്നത്. മിമിക്രിക്കാർ പറയുന്ന പോലെ. അതുകൊണ്ട് കുഴപ്പം ഈ മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വലിയ പാടാണ്. മിക്സറിൻ്റെ സൗണ്ടാണോ നമ്മളെ സൗണ്ടാണോ ഇത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ആ നിലവാരം അനുസരിച്ച് ഞാൻ ശുശ്രൂഷിക്കാനായി വന്നിരിക്കുന്നത്. ഈ സൗണ്ട് മാറ്റണേ മാറ്റും, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് പഠിച്ച് കാര്യങ്ങൾ ഒന്നിച്ചുള്ളത് ചർച്ച ചെയ്യാം. പഠിക്കുക പഠിപ്പിക്കുക എന്നൊക്കെ പറയാനുള്ള ഒരു അതോറിറ്റി ഒന്നും ഉള്ള ആളല്ല ഞാൻ. നമ്മൾ ഒരുമിച്ചൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലിറ്ററലായിട്ട് അക്ഷരികമായി യേശുവിൻ്റെ പുനരാഗമനം വിശ്വസിക്കുന്നവരാണ് നമ്മൾ. യേശു കർത്താവ് വരും, അക്ഷരികമായി വരും. തിരുസഭയെ അക്ഷരികമായി തന്നോട് ചേർക്കും. ഒരു നിത്യത മനുഷ്യരാശിക്ക് അവിടുന്ന് കരുതി വച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്നവരാ അല്ലേ? സ്തോത്രം. അപ്പം അതിലധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഈ 3 സുവിശേഷ ഭാഗങ്ങൾ യേശുവിൻ്റെ പുനരാഗമന ചിന്തകളുടെ സംക്ഷിപ്തമാണ്. ഞാൻ ആവർത്തിക്കുന്നു, മാത്യു ചാപ്റ്റർ 24, മാർക്ക് ചാപ്റ്റർ 13 ആൻഡ് ലൂക്ക് ചാപ്റ്റർ 21. പുതിയ നിയമത്തിൽ പിന്നെയും എടുത്താൽ എബ്രായ ലേഖനത്തിലെ ചില വാക്യങ്ങൾ, യൂദയുടെ ലേഖനത്തിലെ ചില വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം സമഗ്രമായും തിങ്സ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പുനരാഗമന ചിന്തകളാൽ സമ്പന്നമായ ഭാഗങ്ങളാണ്. പഴയ നിയമത്തിലേക്ക് ചെന്നാൽ പരോക്ഷമായി യേശുവിൻ്റെ വരവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ യേശുവിൻ്റെ രാജ്യത്വം, യഹൂദ ഒരു ബാലസിംഹം. ഉൽപ്പത്തി മുതൽ ആരംഭിച്ച് പ്രവാചക കൃതികളിൽ പ്രധാനമായും യേശുവിൻ്റെ ദൈവരാജ്യം, 1000 ആണ്ട് വാഴ്ച, അതുപോലെ നിത്യത, ഇവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമഗ്രമായി സെക്കൻഡ് കമ്മിങ്ങിന്, യേശുവിൻ്റെ ദൈവരാജ്യ സ്ഥാപനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ബുക്ക് ഓഫ് ഡാനിയലാണ്. കൂടാതെ ഇരമ്യാവിലെ, ആമോസിലെ, എസക്കിയലിലെ പ്രവചനങ്ങളിൽ ഒക്കെ തന്നെ യേശുവിൻ്റെ പുനരാഗമനം ഒരു സുപ്രധാന വിഷയമാണ്. അങ്ങനെ എടുത്താൽ ഏതാണ്ട് 33% വിശുദ്ധ ബൈബിളിലെ 33% റെഫറൻസുകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുവിൻ്റെ പുനരാഗമനം, ന്യായവിധി, 1000 ആണ്ട് വാഴ്ച, നിത്യത ഇത്യാദി കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ പ്രസക്തിയും. അപ്പോൾ നമുക്കിനി ഒരു വചനം വായിച്ചുകൊണ്ട് നേരെ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 21 മുതലുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചുള്ളൂ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 18 വേഴ്സ് 21 ഓൺവേഴ്സ്. അത് വിശദീകരിക്കാം. പിന്നെ ശക്തനായൊരു ദൂതൻ, തിരികല്ലോളം വലുതായൊരു കല്ല്. പണ്ട് നമ്മുടെ നാട്ടിൽ ധാന്യം പൊടിക്കുന്ന ഒരു സംവിധാനമാണ് തിരികല്ല്, അല്ലെ നമ്മുടെ ആട്ടുകല്ലിനെ അനുസ്മരിപ്പിക്കുന്ന, അല്ലൊരു ഗ്രൈൻഡർ
ഇതുപോലൊന്നിനെ എടുത്ത് കടലിലെറിഞ്ഞിട്ട് ഒരു ദൂതൻ പറയുന്നു, ഇങ്ങനെ ബാബിലോൺ എന്ന മഹാനഗരത്തെ ഹേമത്തോടെ നശിപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു വിഷയം പറയാനാകും നമ്മുടെ മുമ്പിൽ സമയമുണ്ടാവുക. അതിനെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, എന്തൊക്കെ സംഭവിക്കും എന്നുകൂടി ആ വചനം വെച്ച് നമുക്കൊന്ന് പഠിച്ചു പോകാം. വായിച്ചാട്ടെ. വൈണികന്മാർ എന്ന് പറഞ്ഞാൽ, വൈണികന്മാർ എന്ന് വെച്ചാൽ വീണ മീട്ടുന്നവർ. പിന്നെ ഇത്രയും ചേർത്ത് പറയാം. ഈ മഹാനഗരത്തിൽ നിന്ന് സംഗീതവും കലയും മനുഷ്യൻ്റെ ഭൗതിക സന്തോഷത്തിന് ഉതകുന്ന പ്രചോദന നിബദ്ധങ്ങളായ എല്ലാ ഇടപാടുകളും നഷ്ടമാകും. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാകളക്കാർ എന്നിവരുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കില്ല. പിന്നെ കൗശലപ്പണി. ഞാനിടത്ത് ചോദിച്ചു, ഈ കൗശലപ്പണി എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പല്ല, പിന്നെ നിർമ്മാണകല, കൺസ്ട്രക്ഷൻ. അപ്പം ഇങ്ങനെയുള്ള നിർമ്മാണകലയ്ക്ക് പേര് കേട്ട ആ നഗരത്തിൽ നിന്ന് ഇതൊക്കെ നശിക്കും, അതിൻ്റെ പ്രസക്തി കുറയും. പിന്നെ യന്ത്രവൽകൃതമായ ആ നഗരത്തിൽ നിന്ന് വ്യവസായശാലകൾ നഷ്ടമായിട്ട് അവിടെ ഇനിയും ആ ഇരമ്പലുണ്ടോ വ്യവസായ സ്ഥാപനങ്ങളുടെ, അത് നഷ്ടമായിട്ട് ആ നഗരം ഇരുട്ടിലമരും. പിന്നെ ആ നഗരത്തിൽ വൈദ്യുതി ലഭ്യമല്ലാതെ വന്നിട്ട് നഗരം അന്ധകാരത്തിലേക്ക് ആപതിക്കും. പിന്നെ ഈ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ടൂറിസമായിരുന്നു. ഈ നഗരത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ആളുകൾ ഈ സ്ഥലം കാണാൻ ചെല്ലുമായിരുന്നു. പക്ഷെ ഇന്ന് ആ നഗരത്തിന് നേരിടുന്ന ഭവിഷ്യത്ത് നിമിത്തം മണവാളനും മണവാട്ടിയും ആ വഴി ചെല്ലില്ല. ഹണിമൂൺ ട്രിപ്പുകൾ ഒക്കെ നശിച്ചിട്ട് ആ നഗരത്തിൻ്റെ അന്തർദേശീയ പ്രസക്തി നഷ്ടപ്പെടും. പിന്നെ അല്ലയോ ബാബിലോണേ, ഈ മഹാനഗരത്തിൽ ചിലവിട്ട് മുതലിറക്കി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയത് ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. അവർക്ക് മാത്രം വ്യാപാരം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ MNCകൾ, ഇതൊക്കെ നമ്മൾ പറയല്ലോ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സുകൾക്ക് മാത്രം മുതൽ ചിലവഴിച്ച് നിർമ്മിച്ചെടുക്കാൻ കഴിയും വിധം ചേതോഹരമായ ആ നഗരം ഇനി ശ്രദ്ധയിൽപ്പെടാതെ പോകും. പിന്നെ അല്ലയോ ബാബിലോണേ, മനുഷ്യൻ വികസനം എന്ന പദം ഉപയോഗിച്ചത് നിന്നെ നോക്കിയിട്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ആ പദം നിന്നെ നോക്കിയാണ് ജനം ഉപയോഗിച്ചത്. ജനം സന്തോഷം, ആനന്ദം, നിർവൃതി ഇത്യാദി പദങ്ങളല്ല, നിന്നിലൂടെയാണ് അർത്ഥം കണ്ടെത്തിയത്. നിന്റെ ക്ഷുദ്രത്താൽ നീ ലോകത്തെ മുഴുവൻ വശീകരിച്ചിരുന്നു. മനുഷ്യനെ ആകർഷിക്കപ്പെടുന്ന 100 ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ഈ മഹാനഗരം നശിച്ചിട്ട് ഇത് അപ്രസക്തമായി തീരും. കാരണം പറയാ, വായിച്ചോളൂ. ഈ നഗരമാണ് എല്ലാത്തരം ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലും നമ്മൾ പാപമെന്ന് വിവക്ഷിക്കുന്ന, അധർമ്മമെന്ന് വിവക്ഷിക്കുന്ന എല്ലാ തിന്മകളുടെയും വിളനിലം. അതുകൊണ്ട് ഇതിന് മീതുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സൂചകമാണ് ഈ കേട്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ഒരു പദമാണ് ചിന്തിക്കുന്നത്, ബാബിലോൺ.
എന്താ പറയുന്നു? ആ, നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് എൻ്റെ വിശദീകരണം പറയാൻ പറ്റൂ. കാരണം ചിലർക്ക് നന്നായിട്ടറിയാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയോ എന്നൊക്കെ ഒരു ആശങ്ക വരും. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ ശാന്തമായിട്ട് വന്നാൽ മതിയല്ലോ. എന്തിനാ ഈ നഗരമെല്ലാം കൂടെ നശിപ്പിച്ചിട്ട് കർത്താവ് വരണം? മാത്രമല്ല, ഈ നഗരത്തോടുള്ള കർത്താവിൻ്റെ ഇത്രയും വെറുപ്പിന് കാരണം എന്താ? ബൈബിളിൽ ഇതര ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ അറപ്പും വെറുപ്പും വരുന്നൊരു പദപ്രയോഗം കൊണ്ട് ബാബിലോണിനെ വിശേഷിപ്പിക്കുക. മർമ്മം, മഹതിയാം ബാബിലോൺ. വേറൊരിടത്ത് പറയാണ്, അശുദ്ധാത്മാക്കളെയും അശുദ്ധാത്മാക്കളുടെ തടവറ. പിന്നെയും കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ, ഭൂതങ്ങളുടെ പാർപ്പിടം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. എങ്ങനെ നോക്കിയാലും ഏതോ ഒരപര്യാപ്തത നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ കൊണ്ട് ബാബിലോണിനെ വിവക്ഷിക്കുന്നു. ഈ കാര്യമൊക്കെ നമുക്കൊന്ന് പഠിച്ചാലോ, ഗ്രഹിച്ചാലോ? കുഴപ്പമില്ല. ഇത് വ്യാസം പറഞ്ഞൊരു ക്ലാസ്സാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് പ്രസംഗമാകണമെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നു എന്ന് കണ്ടാൽ ഇത് പ്രസംഗമായിപ്പോവും. മനസ്സിലായോ? അതിൻ്റെ പ്രസംഗമാക്കാൻ ഇത്രേ ഉള്ളൂ. ഈ വാക്കുകൾക്കകത്തൊരു വൈബ്രേഷൻ. പ്രിയമുള്ളവരേ, അങ്ങനെ പറയണോ? ശാന്തമായിട്ട് പറയാം അല്ലേ? അങ്ങനെയും കൂടെ ഒരു മാറ്റം വരട്ടെ. അപ്പോൾ ഇനി ഈ ബാബിലോൺ എന്നൊരു പദം നമുക്കൊന്ന് പഠിക്കണം. ബാബിൽ, ബാബിലോണിയ, ബാബിലോൺ എന്നിങ്ങനെ സിമിലറായ 3 പദങ്ങൾ നമ്മൾ ഈ രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബാബേൽ, ബാബിലോൺ, ബാബിലോണിയ, 3 പദങ്ങൾ. ഇതിലേതെങ്കിലും ഒരു പദം ഓർത്തിരിക്കുക. 3 ഓർത്താൽ ഏറ്റവും സന്തോഷം. ഈ 3 പദങ്ങൾക്കൊപ്പം ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ഈ നഗരത്തെ വിളിച്ചൊരു പേരുണ്ട്, മെസപ്പൊട്ടേമിയ. മെസോപ്പൊട്ടേമിയ. ഇതേ നഗരത്തെ ബൈബിളിൻ്റെ പഴയ നിയമം വിളിച്ചൊരു പേരുണ്ട്, അത് ശിനാർ ദേശം എന്നാണ്. കുറേയേറെ പേരുകൾ പറഞ്ഞു. നിങ്ങളൊരു 3 പേര് കുറഞ്ഞ പക്ഷെ ഓർക്കണം: ശിനാർ ദേശം, മെസപ്പൊട്ടേമിയ, ബാബേൽ. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ ശിനാർ ദേശമെന്ന്, ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ മെസപ്പൊട്ടേമിയ എന്ന്, ബൈബിളിലും ഇടയ്ക്കിടയ്ക്ക് ബാബേലെന്നോ ബാബിലോണെന്നോ വിളിക്കുന്ന ഒരു നഗരരാഷ്ട്രം. നമുക്കിതിൻ്റെ വിശദീകരണം മെസപ്പൊട്ടേമിയ എന്ന പദത്തിൽ നിന്ന് ആരംഭിക്കണം. 2 ഗ്രീക്ക് ശബ്ദങ്ങളുടെ സമന്വയമാണ് മെസപ്പൊട്ടേമിയ. മെസോ അർത്ഥം ഇടയ്ക്കുള്ള സ്ഥലം, പൊട്ടേമിയ 2 നദികൾ എന്നാണ് അർത്ഥം. മെസോപ്പൊട്ടേമിയ മീൻസ് 2 നദികൾക്കിടയിലുള്ള സ്ഥലം. അതേതൊക്കെ ഇത് പറയാം. ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് അർമീനിയയിലെ വാൻ തടാകത്തിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നു. വാൻ തടാകത്തിൽ നിന്ന് ആരംഭിച്ച് 2300 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ നദി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദിയുടെ പേര് യൂഫ്രട്ടീസ് എന്നാണ്. യൂഫ്രട്ടീസ് നദിയുടെ ലെങ്തും അതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടി പറയുന്നു. ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് അർമീനിയയിലെ വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 മൈൽ സഞ്ചരിച്ച്, കിലോമീറ്റർ സഞ്ചരിച്ച് ഈ നദി പേർഷ്യൻ ഗൾഫിൽ പതിക്കും. ഈ നദി കടലിൽ പതിക്കുന്ന അഴിമുഖത്തിന് 45 മൈൽ പിന്നിൽ വച്ച് മറ്റൊരു നദി അതോട് ചേരും.
അതിൻ്റെ പേര് ടൈഗ്രീസ് എന്നാണ്. ടൈഗ്രീസ് ആരംഭിക്കുന്നത് പെട്ടകമുറച്ചു എന്ന് കരുതുന്ന അരാരത്ത് പർവ്വതനിരകളിൽ നിന്നാണ്. അതിൻ്റെ ദൈർഘ്യം 1900 കിലോമീറ്ററാണ്. 2 നദികളിൽ വലുത് യൂബ്രട്ടീസാണ്. അതുകൊണ്ട് ബൈബിൾ ഇതിനെ മഹാനദി എന്ന് വിളിച്ചു. മഹാനദി എന്ന് വിളിക്കുക മാത്രമല്ല, ഇസ്രായേലൈറ്റ്സിന് അതിർത്തി വിഭജിക്കുമ്പോൾ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും മിസ്രയീമ്യരുടെ നദിയായ നൈൽ മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അവകാശഭൂമിയായി തന്നിരിക്കുന്നു. അപ്പം നീലനദി മുതൽ യൂബ്രട്ടീസ് വരെയാണ് ശരിക്കുള്ള അവരുടെ ലാൻഡ്. അപ്പോൾ ഇന്നത്തെ പാലസ്തീൻ വാദമൊക്കെ വരുമ്പോൾ അവിടെ ഇന്ന് കഷ്ടിച്ചൊരു 120 മൈലാണ് അവരുടെ പക്കലുള്ളത് ചുറ്റളവ്. ചെറിയൊരു സ്ഥലം. ഈ പാലസ്തീൻ എന്നൊരു പേര് പോലും വാസ്തവത്തിൽ ആവശ്യമില്ലാത്തതാണ്. പാലസ്തീൻ എന്നൊരു പേര് ആവശ്യമില്ലാത്തതെന്ന് പറയാൻ കാരണം, റോമക്കാർ ഇസ്രായേലൈറ്റ്സിനെ പരിഹസിക്കാൻ ബ്രിട്ടനിൽ നമ്മൾ ഇന്ത്യ എങ്ങനെ കഴിഞ്ഞോ അതുപോലെ ഇസ്രായേലൈറ്റ്സ് ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വത്തിന് കീഴിക്കഴിയുമ്പോൾ അവരുടെ ശത്രുക്കളായ ഫിലിസ്ത്യൻസിൻ്റെ പേരിട്ട് ഈ നാടിനെ വിളിച്ചതാണ് ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്ന അർത്ഥത്തിൽ പാലസ്തീൻ. ആ പേര് വരേണ്ട കാര്യമൊന്നും ഇല്ല, ഓർത്തപ്പോൾ പറഞ്ഞ. അപ്പോൾ ഇവരുടെ അതിർത്തി മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 നദികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ നദികൾക്കിടയിലുള്ള സ്ഥലമാണ് മെസപ്പൊട്ടേമിയ. ഈ നദികൾക്കിടയിലുള്ള ഈ സ്ഥലം, അതിൻ്റെ പഠനം കൂടാതെ ഒരാൾക്ക് സത്യത്തിൽ ബൈബിൾ ഹിസ്റ്ററി പഠിക്കാൻ പറ്റില്ല. ബൈബിൾ ഹിസ്റ്ററി അല്ല, ഒരു ഹിസ്റ്ററിയും പഠിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയാണ് മനുഷ്യചരിത്രത്തിൻ്റെ സംസ്കാരങ്ങളുടെ ആരംഭം എന്ന് പരിഗണിച്ചു വരുന്നു. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്ന ഹെറോഡോട്ടസ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, വിശ്വസംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ മെസപ്പൊട്ടേമിയാണ്. കാരണം വേറെയുണ്ട്. മനുഷ്യൻ ആലേഖന വിദ്യ കണ്ടുപിടിച്ചത്, എഴുത്ത് കണ്ടുപിടിച്ചത് മെസപ്പൊട്ടേമിയയിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് വിദ്യ, അതിൻ്റെ പേര് തന്നെ ക്യൂണിഫോം ലിപികളെന്നാണ്. ഈ ക്യൂണിഫോം ലിപികൾ രൂപപ്പെട്ടു വരുന്നത് സുമേറിയന്മാരെന്നറിയപ്പെടുന്ന ഒരു ജനതയ്ക്കിടയിൽ നിന്നാണ്. അത് മെസപ്പൊട്ടേമിയയിലായിരുന്നു. എഴുത്തുവിദ്യ മാത്രമല്ല, എഴുത്തു ഫലകങ്ങൾ, കളിമണ്ണുകൾ കുഴച്ചു പരുവപ്പെടുത്തി അതിൽ വിജ്ഞാന ശകലങ്ങൾ എഴുതി ചൂളയിൽ ചുട്ടെടുത്ത് ബ്രിക്സുകളാക്കി അല്ലെങ്കിൽ ഓടുകളാക്കി ഫലകങ്ങളാക്കി സൂക്ഷിക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. അറിവിൻ്റെ ഒരു കേന്ദ്രം, അന്വേഷണങ്ങളുടെ കേന്ദ്രം. മനുഷ്യൻ ഇഷ്ടികയും പശമണ്ണും ചേർത്ത് മിക്സ് ഉണ്ടാക്കി ആ മിശ്രിതം കൊണ്ട് രമ്യകർമ്മങ്ങൾ പടുത്തുയർത്തിയ സ്ഥലം ഇതായിരുന്നു. സിസ്റ്റമാറ്റിക്കായി പണി കഴിപ്പിച്ച റോഡുകൾ, മൃഗങ്ങൾ കെട്ടിവലിക്കുന്ന വണ്ടികൾ, ഇതൊക്കെ കൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പൗരാണികമായ നാഗരികത, ഏൻഷ്യൻ്റ് കൾച്ചർ ഓർ സിവിലൈസേഷൻ മെസപ്പൊട്ടേമിയ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഒത്തിരി അതേപ്പറ്റി പറഞ്ഞ് നിങ്ങൾ മുഷിയണ്ട. പല ആളുകളും ഒരത്ഭുത വിടുതൽ പ്രതീക്ഷിച്ചാണ് വന്നത്, അല്ലേ? എന്തോ വലിയൊരു മിറക്കിളൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇത് ക്ലാസ്സായിപ്പോയി, അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്തൊരു മിറക്കിൾ ഉണ്ടാകുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, ഉണ്ടാകട്ടെ, അല്ലേ? അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി ഒരല്പം കാര്യം കൂടി ബൈബിളിൽ നിന്നൊന്ന് പറയാം. എന്താണെന്നറിയണ്ടേ? ഭൂമിയിൽ ആദ്യത്തെ ഒരു മാനുഷിക അഡ്മിനിസ്ട്രേഷൻ, ഒരു മനുഷ്യഭരണം ആരംഭിച്ച സ്ഥലം ഇതായിരുന്നു എന്ന് ബൈബിൾ തെളിവ് നൽകുന്നു. നമുക്കൊരു വചനം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 10:9. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. എൻ്റെ ബാക്കി വായിച്ചു. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ യഹോവയുടെ മുമ്പാകെ
നായാട്ട് വീരനായിരുന്നു. പിന്നെ ആ ആ ആ ആ സ്ഥലം മനസ്സിലാക്കിക്കൂ. ഒരു ചങ്ങാതിയെ പരിചയപ്പെടുത്തുക, പേര് നിമ്രോദ്. ആ നിമ്രോദ് എന്ന മനുഷ്യൻ ആദ്യത്തെ നായാട്ടുവീരനായിരുന്നെന്നും അതുകൊണ്ട് അയാളെ യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരനെന്ന് വിളിച്ചെന്നും അയാളുടെ ദേശ കാലപരിധി കൂടി പറയുക. ശിനാർ ദേശത്ത് ബാബേൽ ആ ആ ആ ആ മതി. അക്കാഡിയൻ സംസ്കാരത്തെ, കൽദയ സംസ്കാരത്തെ, ഉറൂക്ക് എന്ന് ചരിത്രത്തിൽ പറയുന്ന ആധുനിക ഇറാഖിൻ്റെ സംസ്കാരത്തെ, അതാ ഏറക്കെന്ന് എഴുതിയിരിക്കുന്നത്, ഈ സ്ഥലങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഭരിച്ച ഒരു രാജാവിൻ്റെ പേരാണ് നിമ്രോദ്. ഓക്കെ, ഇനി ഒന്നുകൂടി. ഈ നിമ്രോദിനെ പറ്റി അധിക വിശദീകരണം ബൈബിളിലില്ല, പക്ഷേ ബാബിലോന്യ പുരാണത്തിലുണ്ട്. അത് ഞാൻ അനിവാര്യമാണ് പിന്നെ പറയാം. എന്നിട്ട് വിരസമായ ആ ചരിത്രം വിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നിമ്രോദ് ചെയ്ത ഒരു പ്രവൃത്തി 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്തൊരു സമഭൂമി കണ്ടു. എന്നിട്ട് പശമണ്ണ് കുമ്മായമായിട്ട് ഉപയോഗിച്ചു, ഇഷ്ടിക ഉപയോഗിച്ച് ഒരു പടുകുറ്റൻ ഗോപുരം, ഒരു കോട്ട കെട്ടി. ആ പണി പാതി വഴിയിൽ തകർന്നുപോയി. അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുക, ഭൂമിയിലൊക്കെയും അതുവരെ ഒരേ വാക്കും ഒരേ ഭാഷയുമായിരുന്നു. അതിൽ പറയാം, കോട്ടയത്തും തമിഴ്നാട്ടിലും ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും എല്ലാം ഒറ്റ വാക്ക് ഒരു ഭാഷയാണ്. വിശ്വാസം ഉണ്ടോ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന, വിശ്വസിക്കാതെ തരമില്ലല്ലേ? ലോകത്തെല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടു എന്നാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. ഒറ്റ ഭാഷ. നിങ്ങൾക്ക് ഞാനൊരു തെളിവ് തന്നിട്ട് മുമ്പോട്ട് പോവാം. ഇതൊക്കെ രസകരമായ കുറേ കാര്യങ്ങളാണ്. തെളിവ് തരാം. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? വിഷ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത് കാശ് ചോദിക്കുമോ? അതൊന്നും ആദ്യം കയറി ചോദിക്കല്ല, അബദ്ധമാണ്. ശരി, കഴിയട്ടെ. ആദ്യം എന്താ ചെയ്യുന്നത്? പേരെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. സംസ്കൃതത്തിൽ പറയും നാമം, മലയാളത്തിലും പറയാം നാമം, അല്ലേ? നെയിം, നാം, നാമം. ഇനി ഇതിന് ഹീബ്രുവിൽ പറയുന്നത് വളരെ രസകരമായ പ്രയോഗമാണ്, ഷെയിം എന്നാണ്. SHAME. നിങ്ങൾ ഇസ്രയേലിൽ ചെന്ന ഒരു ജൂതൻ നിങ്ങളെ കണ്ടിട്ട് ഷെയിം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. മത്തായിച്ചെന്നങ്ങ് പറഞ്ഞാൽ മതി, സാബു എന്നങ്ങ് പറഞ്ഞാൽ മതി. ഷെയിം അവർ കുറേ നേരം ചോദിക്കും. ഷെയിം അറബിയാണെങ്കിൽ ഇങ്ങനെയല്ല, ഇസുമ. അറബിയിൽ ഇസുമ, ഹീബ്രുവിൽ ഷെയിം, ഇംഗ്ലീഷിൽ നെയിം, സംസ്കൃതത്തിൽ നാമം, ഗ്രീക്കിൽ പറയുന്നത് ഒനോമ എന്നാണ്. ഒനോമ ഈസൂസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ ഒരു കാര്യം കേട്ടോ, പേര് കൊണ്ട് ഈ ശബ്ദത്തിനൊരു സ്വരസമന്വയം ഒരുപോലെ വരുന്നുണ്ടോ? ശരിയല്ലേ? പണ്ട് ഇത് ഒരു ശബ്ദമായിരുന്നു, ഉപയോഗത്താൽ അല്പസ്വല്പം വ്യത്യാസപ്പെട്ട് വന്നാണിത്. ഇനി ഒന്നുകൂടി പറയാം. നമ്മൾ ഒന്ന് എന്നുള്ളത് ഇനി ഇംഗ്ലീഷിൽ എന്താ പറയുക?
വൺ. അതെങ്ങനെ എഴുതുന്നത്? ONE. ONE എന്ന് എഴുതിയിട്ട് ഒന്നേന്ന് വായിക്കാമെന്ന് നോക്കി. ശ്രമിച്ചാൽ പറ്റും. പറ്റില്ലേ? പറ്റും. ഒന്ന്, ഒൺ, 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 അങ്ങനെ വന്നേ. ഇനി നമ്മുടെ അറബികൾ വീടിന് പറയുന്നൊരു പേരുണ്ട്, ബൈത്ത്. ബൈത്ത്. ജൂതന്മാർ പറയും ബെയ്ത്ത്. അങ്ങനെ നമ്മൾ ബെയ്ത്തിൽ അഖീം. ഓക്കെ. ഈ ബെയ്ത്തിൻ്റെ ബി ഒരു കൊച്ചുകുട്ടി ഉച്ചരിച്ചാൽ നമ്മൾ പറയുന്ന പോലെ ബാന്ന് കിട്ടണമെന്നില്ല, വാന്നായിപ്പോവും. അതിൻ്റെ ബെയ് എന്നുള്ളതാവ് ഉച്ചരിച്ച് ചിലപ്പോൾ ഈ എയ് എന്നുള്ള ശബ്ദം ഈ എന്നായിപ്പോവും. താ എന്നുള്ള ശബ്ദം ഡാ എന്നായിപ്പോവും. അങ്ങനെ വന്നാൽ വീടെന്ന് വായിക്കാം, ബെയ്ത്തെന്നുള്ളത്. ശരിയാണോ? ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ഞാൻ 154 പദങ്ങളുടെ ഒരു പഠനം നടത്തിയത് തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പരസ്പരമായൊരു കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ കൊടുത്ത പല പദങ്ങളും ജൂതന്മാരും കൊണ്ടുപോയിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു പദമുണ്ട്. നമ്മുടെ ആളുകൾ പണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ കുരുമുളക് നമ്മൾ വാങ്ങുന്നത് പൊന്നുമായിരുന്നു അല്ലേ? അപ്പം ഈ കച്ചവടം നടത്താൻ ഭാഷയൊന്നും വേണ്ട. വേണോ? എനിക്കത് മനസ്സിലായൊരു കാര്യം, ഞങ്ങളുടെ അവിടെ ഒരു അമേരിക്കക്കാരിയായ ഒരു സഹോദരി, ഒരു മദാമ വന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് വരുമ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് മലയാളം തന്നെ കഷ്ടിച്ചേ അറിയത്തുള്ളൂ. പക്ഷെ അമ്മ ഇവരും കൂടെ കൂടിക്കണ്ടാൽ നേരെ അനവധി സമയം സംസാരിക്കുക. നമ്മളാലും അടുത്ത് ചെന്ന് അങ്ങ് മാറും, സംഭാഷണം നടത്തും. അപ്പം എൻ്റെ മക്കളൊക്കെ ഇതെന്നാണെന്നറിയാൻ ഇങ്ങനെ കൂടുക. കാരണം ഇവരെന്തായി പറയുന്നത് ആർക്കൊരു പിടിയില്ല. രണ്ടുപേർക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. നമ്മളാലും ചെന്നാൽ അവിടെ നിർത്തും പോകും. പിന്നെ അർത്ഥം എന്താ? ഈ ഭാഷ ഇല്ലെങ്കിലും ആശയവിനിമയം ചെയ്യല്ലേ? അപ്പം നമ്മുടെ കാരണവന്മാർ പണ്ട് ഈ കുരുമുളക് അങ്ങോട്ട് കൊടുത്തിട്ട് സ്വർണം ഇങ്ങോട്ട് വാങ്ങി. എത്ര സ്വർണം കിട്ടിയാലും മുഖം തെളിയാതിരിക്കുന്ന നമ്മളെ നോക്കി ശലോമോൻ്റെ കാലത്ത് വന്ന ജൂതന്മാരും അറബികളുമൊക്കെ ഇത് മതിയോ എന്ന അർത്ഥത്തിൽ എന്തോ ഒരു ആക്ഷൻ കാണിച്ചു. അപ്പോൾ ആര് പറഞ്ഞു? ആമ. എങ്ങനെ? ആമ. തമിഴും മലയാളവും തെലുങ്കും എല്ലാം കൂടി ഇടകലർന്നൊരു ശബ്ദത്തിൽ യാ അമ. ഈ ആമ എന്ന പദം ഇവർക്ക് മനസ്സിലായി. യേസ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പോയി അവരവരുടെ നാട്ടിൽ ചെന്ന് അവരും പറയാൻ തുടങ്ങി ആമ. ആ ആമ ശബ്ദത്തിൻ്റെ കൂടെ അരമായിക്കിലെ എൻ സഫിക്സായിട്ട് വന്നതാണ് ആമേൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് പോയ സാധനം. നമ്മൾ അങ്ങോട്ട് ഭാഷ കൊടുത്തു, ഇങ്ങോട്ടെടുത്തു. എന്തിനാ ഇത്തരം പറഞ്ഞെന്ന് അറിയണ്ടേ? ബൈബിൾ പറയാ, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പം നമ്മളെല്ലാം മുഴുവൻ മനുഷ്യരാശിയും ഒരു ഭാഷയിൽ നിന്നാണ് സകല ഭാഷകളുടെയും പിറവിയെന്നും മനുഷ്യർക്കെല്ലാം പൊതു പൂർവികനുണ്ടെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഉലകത്തെ പഠിപ്പിച്ച കൃതിയാണ് വിശുദ്ധ ബൈബിൾ. എൻ്റെ മഹനീയത അതാണ്. സ്തോത്രം. ക്ഷമിക്കണം. നമ്മുടെ അവതാരകഥകളുടെ എല്ലാം ഒരു പ്രശ്നം, ഇത്രയും അധർമ്മം പെരുകിയിട്ടും ഒറ്റ അവതാരത്തിന് ഇന്ത്യയുടെ ഭൂപടം വിട്ട് പുറത്തോട്ട് പോകാൻ തോന്നിയില്ല. അവിടെ അധർമ്മമൊക്കെ ഉണ്ടല്ലേ? നമ്മളാ വരയ്ക്കുന്ന സാധനമില്ലേ, അതിൻ്റെ പുറത്ത് മനുഷ്യരും ഉണ്ട്, അവിടെ പ്രശ്നങ്ങളും ഉണ്ട്, അടിയുണ്ട്. പക്ഷെ അവതാരം ഈ കിളിത്തിട്ട് കളിക്കുന്നല്ലോ, അവിടെ നിന്ന് കറങ്ങുമായിരുന്നു, അതിന് പുറത്തോട്ട് ചാടിയില്ല. പിടിയിട്ടോ? മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങി. ഇന്ത്യ കൊണ്ട് കറങ്ങി, കിളിത്തിട്ട് കളി പോലായിരുന്നു. ഇതിനപ്പുറത്തോട്ട് ചാടാതെ സൂക്ഷിച്ച് ഇവിടെ തന്നെ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ മനുഷ്യരെങ്ങനെ ഉണ്ടായെന്നോ, അവൻ്റെ പ്രശ്നം എന്താണെന്നോ, അവൻ ആരാണെന്നോ, അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്നോ ഒറ്റ അവതാരവും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ബൈബിൾ പറയുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി.
അതെത്ര വലിയൊരു ചിന്തയാണ്, കാലത്തെ അതിജീവിക്കുന്ന ചിന്തയാണ്. പാപത്തെക്കുറിച്ച്, വീണ്ടെടുപ്പിനെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ബൈബിളിന് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, ഒറ്റ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പാതി വഴിയിൽ വെച്ച് ഈ കെട്ടിടം പണി പാളി. മനുഷ്യൻ പല ഭാഷ ചിന്നിച്ചേറി പല വഴിക്ക് പോയി. ഇതിന് കാരണക്കാരൻ ഈ നിമ്രോദായിരുന്നു. അങ്ങനെ നിമ്രോദ് വചനത്തിലെ, വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു എതിർ കഥാപാത്രമായി, ഒരു വില്ലനായി, ദൈവപ്രവൃത്തിയെ വെല്ലുവിളിക്കുന്നവനായി. കാരണം ദൈവം പറഞ്ഞു മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയണം. നിമ്രോദ് പറഞ്ഞു നമ്മൾ ചിതറരുത്, ഇവിടെ തന്നെ പാർക്കാൻ നമുക്കൊരു കോട്ട, നമുക്കൊരു പേര്. ഇങ്ങനെ ദൈവ വഴി പോയ മനുഷ്യരെ സ്വന്തം തട്ടകത്തിൽ നായാടിപ്പിടിച്ചിട്ട ഒരു കരുത്തനെന്ന അർത്ഥത്തിൽ നിമ്രോദിനെ വിളിച്ചു. യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ. അപ്പോൾ ബൈബിളിലെ ആ ചരിത്രമൊക്കെ ഏതാണ്ട് തീർന്നു. ഇനി ബൈബിളിൽ പുറത്തുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. എന്താ പറയുന്നു? അവിടെ നിലനിന്നൊരു പുരാണം ഉണ്ടായിരുന്നു. നമ്മുടെ രാമായണം, മഹാഭാരതം എന്നൊക്കെ പറഞ്ഞൊരു പുരാണം. ആ പുരാണത്തിൻ്റെ പേര് ഗിൽഗമേഷ് പുരാണം എന്നാണ്. ഒരു കിങ്ങിൻ്റെ പേരാണ് ഗിൽഗമേഷ്, എഴുതിയ ആളിൻ്റെ പേരാണ് ഗിൽഗമേഷ്. ഈ പുരാണത്തിൽ ഈ നിമ്രോദിനെ പറ്റിയുണ്ട്. നിമ്രോദ് ജനങ്ങളെ പഠിപ്പിച്ചു സൂര്യനാണ് ദൈവം. ഒരാൾ സൂര്യനെ വർഷിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ചന്ദ്രൻ സൂര്യൻ്റെ പത്നിയാണ്, ഭൂമി മറ്റൊരു പത്നിയാണ്. താൻ ഈ സൂര്യൻ്റെ പ്രതീകമാണ്. തന്നെ പൂജിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്ന് വന്നാൽ അത് സൂര്യനെ പൂജിക്കുന്നതിന് തുല്യമാണ്. സൂര്യൻ അയാൾ ഒരു സ്ഥാനപ്പേരിട്ടു, ബാൽ. ബാൽ ദേവൻ എന്ന് ഇവർ വിളിക്കുന്നത് സൂര്യനെയാണ്. മെസപ്പൊട്ടേമിയയിലെ തന്നെ മറ്റു ഗോത്രങ്ങൾ ഈ ബാലിനെ വിളിച്ചു ഹുബാൽ. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ സുപ്രീം കോഡ് ഈ സൂര്യനല്ല, ചന്ദ്രനാണ്. ചന്ദ്രനായിരിക്കാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? പകൽ അവർക്ക് മരുഭൂമിയിലെ ചൂട് ഭീതിജനകമാണ്. ആ കനത്ത ചൂടിൽ അവർക്ക് രാത്രിയാണ് പ്രതീക്ഷ. രാത്രി അവർക്ക് കുളിർമയുടെയും സുഖകരമായ നിദ്രയുടെയും ഒക്കെ സമയമാണ്. രാത്രി അവർക്ക് പ്രതീക്ഷയാകിയാൽ രാത്രിയിൽ ദർശിക്കുന്ന ചന്ദ്രൻ അവരുടെ കുളിർമയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതുകൊണ്ട് ഈ ചന്ദ്രനെ ദൈവമായി കണ്ടു. അങ്ങനെയാണ് അള്ളാ എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ദൈവസങ്കല്പം വാസ്തവത്തിൽ മൂൺ ഗോഡാണ്. ഓക്കെ അത് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യമുള്ളതല്ല. അപ്പം ഇതാണ് അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള കാര്യം. കാലക്രമേണ ഈ നിമ്രോദ് കൊല്ലപ്പെടുകയും, നിമ്രോദിൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറഞ്ഞില്ല, സെമിറാമിസ്. ഈ സെമിറാമിസ് തൽസ്ഥാനത്ത് രാജ്യഭാരം ഏറ്റെടുക്കുകയും ക്രമേണ അവളുടെ ജീവിതത്തിൻ്റെ വഴിതെറ്റൽ നിമിത്തം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നുമാണ് കഥ പുരാണത്തിൽ. ആ കുഞ്ഞിൻ്റെ പേര് നിനസ് എന്നായിരുന്നു. ആളുകൾ തെറ്റിദ്ധരിച്ച് അവളെ അഭിസാരിക എന്ന് മുദ്ര കുറ്റാതിരിക്കാൻ അവളും അനുചരവൃന്ദങ്ങളും ഒരു കഥ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടി നിനസ് സാക്ഷാൽ സൂര്യദേവൻ്റെ അവതാരമാണെന്നും താൻ ഭർത്തൃമതിയാണിപ്പോഴെന്നും തൻ്റെ ഭർത്താവ് സാക്ഷാൽ നിമ്രോദാണെന്നും നിമ്രോദിന് മരിക്കാനാവില്ലെന്നുമൊക്കെയുള്ള കഥകൾ മെനഞ്ഞു. അതുകൊണ്ട് നിമ്രോദും സെമിറാമിസും ഈ കുട്ടിയും ഒരുമിച്ചവരുടെ ആരാധ്യ വിഷയമായി മാറി. സർവോപരി ഇവരെല്ലാം സൂര്യ തേജസ്സിനാൽ, സൂര്യൻ എന്ന ബാൽദേവൻ്റെ അനുഗ്രഹത്താൽ രാജ്യം ഭരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഇവരുടെ ചിത്രങ്ങളിൽ, ശില്പങ്ങളിൽ, കളിമൺഫലകങ്ങളിൽ ഇവരുടെ മുഖത്തിനു ചുറ്റും സൂര്യൻ്റെ ആ തേജോവലയവും വരച്ചു വച്ചു. ഇന്നും
മെസപ്പൊട്ടേമിയ ഉത്ഖനനം ചെയ്ത് കിട്ടുന്ന ആ അവശിഷ്ടങ്ങൾ അപ്പനും അമ്മയും കുഞ്ഞും ഇതുപോലെ ആരാധ്യ വിഷയമായിട്ടുണ്ട്. ഞാനത് നീട്ടി പറയുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മൾ തിരുക്കുടുംബം എന്ന പേരിൽ കണ്ടുവരുന്ന ആരാധനാ സങ്കല്പത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തീർച്ചയായും ബാബിലോന്യ മഡോണ എന്നവർ വിളിക്കുന്ന സെമിറാമിസും ബാൽദേവനും അല്ലെങ്കിൽ നിമ്രോദും നീനസ്സുമാണ്. വേറെ ഇത്രയും ചരിത്രം നമുക്ക് മനസ്സിലായി. നമ്മൾ ആവശ്യത്തിലധികം ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒട്ടും അവിടെ നിൽക്കണ്ട, വീട്ടിൽ പോയാലോ? അതിവേഗത്തിൽ പോവാണ്. പക്ഷെ അങ്ങനെ പോകാതിരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ഒരു അപ്പച്ചൻ അവിടെ ഉണ്ട്, ഒരു കാരണവരെ കളഞ്ഞിട്ട് പോകാനൊക്കുമോ? ഇല്ല, നമുക്ക് കൊണ്ടുപോകണം. ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആ കാരണവരാരാണെന്ന് നിങ്ങൾക്കറിയാം. ആരാണ്? ധൈര്യമായിട്ട് പറഞ്ഞു. അബ്രഹാം. കണ്ടോ, കുറേ പേര് പഠിച്ചു. അബ്രഹാം ജീവിച്ചിരുന്ന ഊർ പട്ടണം ഇവിടെയായിരുന്നു. ഊരിലെ പ്രതാപശാലിയായ ഒരു ധനാഢ്യൻ്റെ പേരാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി 10-60 പോലീസുമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം പറയുന്നു. പക്ഷേ ഇങ്ങേരുടെ കൂടെ 318 അഭ്യാസികളാണ് ഭാവിച്ച. ആർക്കും ഒരു പരാതിയില്ലല്ലേ? പോട്ടെ. അപ്പോൾ 318 അഭ്യാസികൾ, ഇത്രയും സമ്പത്ത് ഒക്കെ ഉള്ള ഊരിലെ ഒരു കോടീശ്വരൻ. പക്ഷെ ഒരു ദിവസം ഒരു ദൈവശബ്ദം കേട്ടു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, നമ്മളിൽ വേണേൽ പറഞ്ഞ ആദ്യം അതൊന്ന് കാണിക്കും. അതല്ല അതിൻ്റെ ഒരു മര്യാദ അല്ലേ? നാളെ ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഇതൊന്ന് കാണണ്ടേ? എന്നാലും അബ്രഹാം ആ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ പിന്നിലുള്ളതൊക്കെ ത്യജിച്ചിറങ്ങാൻ തക്ക കരുത്തുള്ളതായിരുന്നു വചനം. അതേ വചനം കൊണ്ടാണ് നമ്മളെയും വിളിച്ചിറക്കിയത്. എത്ര സന്തോഷമാണ്! അബ്രഹാമിനെ വിളിക്കാൻ വേണ്ടി ചിലവഴിച്ച അതേ മൂലധനം ചിലവഴിച്ച് സാധുക്കളായ നമ്മളെയും തമ്പുരാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ വിളിയുടെ മാറ്റും പവിത്രതയും ശ്രേഷ്ഠതയും എത്ര വലുതാണ്. ഇനിയാണ് ഈ യാത്രയിൽ അബ്രഹാം 10 രാജാക്കന്മാരുടെ എതിരിട്ടു. 10 പേരുമായിട്ട് ഏറ്റുമുട്ടി. ഉൽപ്പത്തി ഒരു 12 മുതൽ ഈ കഥകളാണ്, ഈ സംഭവങ്ങളാണ്. 13-14 വരുമ്പോൾ ആ യാത്രയിൽ സൊദോം രാജാവിനെ അബ്രഹാം സഹായിച്ചു. ഒരു യുദ്ധത്തിൽ ഒരു അലയൻസ് ഉണ്ടായി. ചൈന, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് ചൈനയോട് വലിയ മതിപ്പ് തോന്നിയിരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹിതൻ ചൈനയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായത്. മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. നമ്മുടെയൊക്കെ വീടുകളിൽ ചില സഹോദരന്മാർ ഈ പഴയ സാധനമൊക്കെ എടുക്കാൻ വരുമായിരുന്നു. ഞാൻ എൻ്റെ പഴയ കേബിൾ ടി വി ആ ഡിഷാൻറ്റിനെയൊക്കെ കൊടുത്തു. പിന്നെ മനസ്സിലായി ഇതെല്ലാം ചൈനയിൽ ചെന്നിട്ട് അവരിത് പാകിസ്ഥാന് കൊടുക്കുക, ആയുധമാണെന്നും പറഞ്ഞു. ഇതാ ഇത്രയും വില കൊടുത്ത് നമ്മളോടൊക്കെ മേടിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്തു? നമ്മൾ വിറ്റ ഡിഷാൻറ്റിനെയും ഇതെല്ലാം വെച്ചിട്ട് ആ പാവങ്ങളോട് പറഞ്ഞു ഇത് പ്രതിരോധമാണ്. ഇതും വെച്ചോണ്ടാണ് നമ്മളെ നേരിട്ടല്ലേ എന്ന് പറഞ്ഞൊരു അലയൻസ്. അങ്ങനെ സോദോൻ രാജാവ് ജയിച്ചു. അപ്പോൾ സോദോൻ രാജാവ് ഈ കൊള്ള മുതലിൽ ചിലത് അബ്രഹാമിന് കൊടുത്തു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, എൻ്റെ കൂടെ വന്ന സൈനികർ, നീ അവരുടെ ഫുഡുമൊക്കെ നോക്കിയല്ലോ, എന്തൊക്കെയല്ലേ അവർക്ക് കൊടുത്തല്ലോ, മതി. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അങ്ങനെ നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നീ തരുന്ന ഒന്നും, അവസാനം പറയാം, ചെരുപ്പ് വാറ് പോലും, ഷൂ കെട്ടുന്ന ലേസ് പോലും വേണ്ട. എന്തൊരു നിശ്ചയദാർഢ്യം അല്ലേ? വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു, ഞാനൊരു ദിവസം അനുഗ്രഹിക്കപ്പെടും, അന്ന് നീ പറയരുത് ഞാൻ കൊടുത്തതായി തന്നു.
അപ്പോൾ ആദ്യം ഈ ക്ലാസ്സിൽ പഠിക്കണം, ബന്ധിക്കപ്പെടുന്ന ഒരു അനുഗ്രഹവും നമുക്ക് ആവശ്യമില്ലെന്നങ്ങ് തീരുമാനിക്കണം. ഈവൻ മക്കൾ തന്നാൽ പോലും ഭാവിച്ചാൽ അതിനകത്ത് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കണം നമുക്ക്. സന്തോഷമല്ലേ? അതേന്ന് മക്കൾ തന്നിട്ടാണ് നമ്മുടെ കാര്യം നടക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോയാൽ അതുപോലും വേണ്ടെന്ന് വെക്കണമെന്ന് ഭക്തൻ. വാശിയൊന്നും അല്ലെന്നേ, നമ്മുടെ വഴി മുകളിലാകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ മുഴുവൻ സ്രോതസ്സും തമ്പുരാൻ്റെ പക്കലാണ്. അതുകൊണ്ടാണ് അന്ന് അത്ര അഭിമാനമാണ്. തമ്പുരാൻ തന്നിട്ടാണ് നമ്മുടെ അനുദിന ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അത് തരുന്നൊരു ശക്തി ഉണ്ടല്ലേ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനൊരു സമർപ്പണം അബ്രഹാം എടുത്തു തീരുകയും ദൈവത്തിന് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയണ്ടേ? 14 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറയുക, അബ്രഹാമേ അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. വലിയൊരു ദൂതല്ലേ അത്? കാരണം നമുക്കാരൊക്കെയോ വച്ച് നീട്ടിയത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് പറയാനിരുന്നു. അപ്പോഴേ ദൈവം പറയുക, ഞാനാ നിൻ്റെ പ്രതിഫലം. അത് ഹൃദയത്തിലൊന്ന് പതിഞ്ഞ എന്തൊരാനന്ദം അല്ലേ? ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് തെറ്റുപറ്റാത്ത ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ അബ്രഹാമിനോട് പറഞ്ഞിട്ട് പറയുക, മറ്റൊന്നുകൂടി, ഞാൻ നിൻ്റെ പരിചയമാണ്. വാളാണെന്നല്ല, പരിചയമാണ്. കാരണം വാള് കയ്യിലുള്ളതിനേക്കാൾ അത്യാവശ്യമാണ് പരിചയം അല്ലേ? ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു ദേവാസിനെ അറിയാം. അദ്ദേഹം ഈ സുവിശേഷം ഇതെല്ലാം പറഞ്ഞിട്ട് പരസ്യവും എല്ലാം പ്രസംഗിച്ചിട്ട് ഈ ഷർട്ടിൻ്റെ 2 ബട്ടൺ അഴിച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ വെട്ടുകൊണ്ടെല്ലാം കാണിച്ചു കൊടുക്കും. നാട്ടിലെ വലിയ ഗുണ്ടയായിരുന്നു പറയും. ഞാൻ എൻ്റെ പൊന്നച്ച ഈ പൈത്യക്കേട് കാണിക്കല്ലേ, കാരണം അച്ഛൻ ഈ തെരുവിൽ കിടന്നെല്ലാം മേടിച്ച് കെട്ടിയിട്ട്. ഗുണ്ട മേടിച്ച് കിട്ടുന്ന ആളാണോ? കൊടുക്കുന്ന ആളല്ലേ? അവരാ കാണിക്കേണ്ടത് എന്നെ ഇന്ന ഉള്ളി, ഈ അടയാളം അല്ലേ? ചുമ്മാ ആവശ്യമില്ലാത്ത ഇനി മേലെ ഇത് പറഞ്ഞേക്കല്ലെന്നോ. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? വാള് കയ്യിലിരുന്നിട്ട് കാര്യമില്ല. വെട്ട് കിട്ടണേ വിട്ടായിരിക്കണേ, പരിചയം വേണോ തടയാൻ? നിങ്ങളിതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ സുവിശേഷ പ്രസംഗരല്ലേ, അപ്പോൾ പറയുന്നതിനകത്ത് എത്ര കണ്ട് ദൈവശാസ്ത്രം ഉണ്ടോയെന്നും അറിയില്ല. ഞാനാ നിൻ്റെ പരിചയം എന്ന് പറഞ്ഞിട്ട് തടയാനുള്ള അവൻ്റെ ആയുധത്തിൻ്റെ വീര്യം ഇസ്രയേലിനെ അടിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് ഇത്ര ശക്തി ഇന്നുണ്ടെന്ന്. അടി ഇങ്ങോട്ട് വരുമ്പോൾ ജൂതൻ ഓർക്കുന്ന മുഴുവൻ ഈ വചനമായിരിക്കും. ഒരടി. എത്ര വിഷമിച്ച, എത്ര പണിയെടുത്താ ഈ പാലസ്തീനും ഐസീസും ഇവരെല്ലാം ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് വിടുമ്പം ജൂതന്മാർ വളരെ ലാളിത്യത്തോടെ അതിങ്ങോട്ട് എടുത്തിട്ട് ഇന്നാ എടുത്തു. ഇതുപോലെ നമ്മൾ ഇന്ത്യയും ചെയ്ത പാകിസ്ഥാൻ ഇങ്ങനെ ആഞ്ഞു വീശി ഈ മിസൈലെല്ലാം ഇങ്ങോട്ട് എഴുതുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പിടിച്ചിട്ട് വലിയ വിഷയം ഉണ്ടാകും. ഇന്നാ കുഞ്ഞെന്നെ കൊണ്ടുപോയിക്കോളാൻ. മോഡി നല്ലൊരു പ്രധാനമന്ത്രിയാണ്. കാരണം എന്താ, സമയം നോക്കി അങ്ങ് പെരുമാറിക്കളഞ്ഞു. ഇന്നാ പിടിച്ചു. ഇന്ന് വലിയ വിഷയമൊന്നുമില്ല, ചെറുതായിട്ട്. കാരണം ഫോമിലായി കഴിഞ്ഞാൽ കളി മാറുമെന്നറിയാം. അതിനൊരു ചെറിയ ദൈവം പരിചയമായപ്പോൾ അവിടെ ഉണർന്നെഴുന്നേറ്റവരുടെ ചരിത്രം പഠിക്കണം. ഈ ഹരിശ്രീ എഴുതി പഠിച്ച മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചാൽ എത്ര പേർക്ക് നോബൽ പ്രൈസ് കിട്ടി പറയാമോ? ഹരിശ്രീ പഠിച്ചവന്മാർക്ക് ഇല്ല. ഇതൊക്കെ ജൂതനും ക്രിസ്ത്യാനിക്കാണ് കിട്ടിയത്. ജൂതനും ക്രിസ്ത്യാനിക്ക് ഏറ്റവും അധികം കിട്ടിയെന്ന്. അതിൻ്റെ കാരണം അവൻ പഠിച്ചല്ല ഈ പുസ്തകമാണ്, അവൻ കണ്ടതല്ല ഈ ദൈവത്തെയാണ്. പ്രതിരോധിക്കുന്ന സകർമ്മകനായ ആക്റ്റീവ് കോഡിനെയാണ് കണ്ടേ, ക്രിയാത്മകനായ ദൈവത്തെയാണ് കണ്ടേ, എന്തിലും ഏതിലും ഒപ്പം നിൽക്കുന്ന ദൈവത്തെ അവൻ കണ്ടേ. ഹല്ലേലൂയ. ആ ചിന്തയിലെല്ലാം അതിൻ്റെ ഒരു പ്രസരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞു, നിന്നാൽ ഞാൻ ഭൂമിയിലെ സകല ജാതികളെയും അനുഗ്രഹിക്കും. ജൂതൻ നിമിത്തം ജൂതനെ ഒരു മീഡിയയാക്കി എടുത്തിട്ട് പറഞ്ഞു, നീ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ ഒരു മീഡിയയാവും. അതിന് തെളിവ് വേണം. നമ്മളീ കാണുന്ന വൈദ്യുതിയുടെ പിതാവിൻ്റെ പേര് ഭാരഡെ. അങ്ങനെ യഹൂദനാണ്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ജൂതനാണ്. റഷ്യയിലെ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ പഠിക്കുക, അവരൊക്കെ ജൂത പശ്ചാത്തലമുള്ള. മാർസ് ജൂതനാണ്. നമ്മളൊന്ന് പഠിച്ച് ഐസക് ന്യൂട്ടൺ ജൂതനല്ല, പക്ഷേ അബ്രഹാമിൻ്റെ മകനാണ് ഈ ജെനിസ് പറഞ്ഞു വരുമ്പോൾ. ഐൻസ്റ്റീനും
അപ്പോൾ ഇത്രത്തോളം ചരിത്രത്തിൻ്റെ നെറുകയിൽ ദൈവം പ്രതിഷ്ഠിച്ച കുറേ മനുഷ്യരെ പഠിച്ചാൽ അന്ന് ഊർപ്പട്ടണം വിട്ടിറങ്ങിയത് ഒരു നഷ്ടമേ അല്ല എന്ന് കാലം തെളിയിച്ചു. 50, 100, 70, 80 കൊല്ലം മുമ്പേ ഫിലദൽഫിയ എന്ന് പറയുന്നൊരു ദൈവസഭ ഇവിടെ രൂപപ്പെട്ടു വരുമ്പോൾ ഇറങ്ങിത്തിരിച്ച കുറേ മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ ചങ്കുറപ്പിലാണ് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്നത്. കുറേ ത്യാഗികളുടെ ഇറങ്ങിയപ്പോൾ അവർ ഒറ്റയ്ക്കാ. ഇന്നൊരു വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്ത പോലെ നമുക്കൊന്ന് സമ്മതിച്ചു കൊടുക്കാം. അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ ആനുകൂല്യം പറ്റിയ നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇനിയും ആ വാഗ്ദത്തങ്ങളെ സംഘടിപ്പിക്കുന്നതാകണം ഓരോ പ്രാർത്ഥനയും. അപ്പോൾ ഈ യാത്രയിൽ അബ്രഹാം 10 രാജാക്കന്മാരെ തോൽപ്പിച്ചു. അബ്രഹാം ആകപ്പാടെ ആവശ്യപ്പെട്ടത് ഞാനും ആടുമാടും കന്നുകാലിയൊക്കെ ഇതിൽ നിന്ന് പോക്കോട്ടെ. ആരും വിടുകയില്ല, രക്ഷയില്ല, ഇല്ല പോകാൻ നോക്കുകയില്ല. മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി രക്ഷയില്ല. 10 രാജാക്കന്മാരെയും രാജാവല്ലാത്ത അബ്രഹാം നിശേഷം തോൽപ്പിച്ച് വാഗ്ദത്ത ഭൂമിയായ ഷാലോമിലെത്തി. മനസ്സിലായോ? ഇപ്പം എന്താ വിട്ടിട്ട് വാഗ്ദത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ 10 അല്ല 10,000 പേര് വഴി തടഞ്ഞാലും നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. ഈ ശുഭാപ്തി വിശ്വാസം നമ്മുടെ എല്ലാ ഹൃദയത്തിൽ കിടക്കട്ടെ. നമ്മോട് തന്നെ നമുക്ക് പറയാം, ഞാൻ ഇതുവരെ എത്തേണ്ടടുത്ത് എത്തിയില്ല, ഞാൻ എത്താൻ പാകത്തിന് ഇനിയും എന്നെ അയക്കാൻ തമ്പുരാൻ്റെ പക്കൽ ഇനിയും വാഗ്ദത്തം ബാക്കി നിൽക്കുന്നു. ഞാൻ ഇതുവരെ അനുഭവിച്ചതല്ല അനുഗ്രഹം, എന്നെ കാത്തിരിക്കുന്നു ശുഭകരമായ വാഗ്ദത്തം. അതിന് പ്രായം തടസ്സമല്ലെന്നേ, പണം തടസ്സമല്ലെന്നേ, ഓർമ്മക്കുറവ് തടസ്സമല്ലെന്നേ. ദൈവം ഉപയോഗിക്കാൻ ഒരുമ്പെട്ടാൽ ആർക്കും തടയാനാവില്ല. ആർക്കതിനെ ചോദിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും, ആരത് തടയും? മറിച്ചൊരു വെല്ലുവിളിയുടെ ശബ്ദം കേൾക്കാൻ കാതുകൂർപ്പിച്ച് നമ്മുടെ കർത്താവ് ഇന്നും ഇരിക്കുക, ഞാൻ പ്രവർത്തിക്കും, ആരത് തടയും? ആർക്കും തടയാനാവാത്ത വിധം നമ്മെ ഉപയോഗിക്കുന്നൊരു ദൈവം അബ്രഹാമിൽ കൊടുത്ത നിറവിൻ്റെ പരിണിത ഫലമായി അബ്രഹാം ഷാലോം എന്ന സ്ഥലത്തെത്തി. ആ ഷാലോമിനെ നമ്മൾ അറിയുന്ന പേരാ ഊർ ഷാലോം. അത് ഉച്ചരിക്കാൻ ഷായിപ്പിന് വിഷമായിരുന്നുകൊണ്ട് അങ്ങേര് പറഞ്ഞു ജെറുസലേം. പിടികിട്ടിയോ? കാര്യം ഇവന് ഇത്രയും മിടുക്കനാണെങ്കിലും ചില സാധനമൊന്നും അവന് വഴങ്ങുകയല്ല. സായിപ്പ് ഇന്ന് വരെ ഴ എന്നൊരക്ഷരം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവൻ അതിൻ്റെ കൃപ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പറഞ്ഞാലേ ഒക്കുള്ളൂ അല്ലേ? നമ്മൾ ഈ ബേദലഹേം എന്നൊക്കെ പറയും, വാസ്തവത്തിൽ ഉച്ചാരണം തെറ്റ ബെയ്ത്ത് ലഖേം ഇതാണ് പറയണ്ടേ. അവനത് വഴങ്ങാത്തതുകൊണ്ട് അവൻ എഴുതി വെച്ചു ബേദലഹേം. നമ്മൾ പറഞ്ഞത് എങ്ങനെ? ബേദലഹേം. ബദേലല്ല ശരി, ബെയ്ത്ത് എൽ, അതാ ശരി പ്രയോഗം. അപ്പോൾ ഇവരെത്തിയ സ്ഥലം എവിടാ? ഊർ ഷാലോം. ഊർ അർത്ഥം പട്ടണം, ഷാലോം അർത്ഥം സമാധാനം. അന്ന് അവിടെ ഒരു രാജാവ്. രാജാവ് മാത്രമല്ല, ആള് ഒരു പുരോഹിതനും കൂടിയാണ്. ആരാ? മൽക്കീസദേക്ക്. ദൈവം എക്കാലഘട്ടത്തിലും ജൂതന് പുറത്ത്, ആ സംസ്കാരത്തിന് പുറത്ത് കുറേ അഭിഷിക്തരെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. മിദ്യാനിലെ പുരോഹിതൻ എന്ന് പറയല്ലോ, അത് വേറെ കത്തോലിക്ക പുരോഹിതനൊന്നും അല്ല, ഓർത്തഡോക്സ് ഒന്നും അല്ല, ദൈവമനുഷ്യൻ തന്നെയാണ്. ബിലയാമും ഇങ്ങനെ ഒരു ശേഷിപ്പിനെ ദൈവം എവിടേക്കോ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അത് പിടിതരത്തില്ല ദൈവം നമുക്കിപ്പോൾ ഇതാളാരാന്ന്. പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മൽക്കീസദേക്കിനെ വഴങ്ങത്തില്ല. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പം മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തുന്നു. ഇത് വെച്ച എബ്രാലേഖന കർത്താവ് ഒരു കാര്യം പൂരിപ്പിച്ചു. അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവി അബ്രഹാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ലേവി കൂടി മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തെങ്കിൽ ദശാംശം വാങ്ങുന്നവൻ കൊടുക്കുന്നതിനേക്കാൾ അത് വിശ്വാസി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതാ ഞങ്ങളുടെ എല്ലാം പ്രശ്നം, എൻ്റെയും പാസ്റ്ററൊക്കെ. ചോദിച്ചാൽ മനസ്സിലായോ? ഇല്ല, ചോദിച്ചാൽ മനസ്സിലായോ? ദശാംശം കൊടുക്കുന്നവൻ അല്ല മേടിക്കുന്നവൻ ദശാംശം കൊടുക്കുന്നതിനേക്കാൾ വലിയവനാണ്. വിശ്വാസിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
ആ പോട്ടെ വിട്ടേക്കാം, ഈഗോ നമുക്കിടെ വേണ്ടല്ലേ. തമാശയ്ക്ക് പറഞ്ഞ അതിനങ്ങനെ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അവിടുന്ന് ഈ ലാൻഡ് കിട്ടി, സന്തോഷമായി അല്ലേ. ഇനി ഞാൻ അല്പം വേഗത്തിൽ പോവാം, വായിച്ച് സഹായിക്കണം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കാം. മത്തായി 1:17. somebody read. മത്തായിയുടെ സുവിശേഷം അല്ലേ. മത്തായിയുടെ ജോലി എന്തായിരുന്നു? മത്തായിയുടെ ജോലി ടാക്സ് അല്ലേ, ധനവിനിയോഗമാണ്, ടാക്സ് കളക്ട് ചെയ്യുക. പഴയ കാലത്തെ ഒരു കൊമേഴ്സ് അല്ലേ, കൊമേഴ്സ് പഠിച്ചവർ ഉണ്ടല്ലോ അല്ലേ, നല്ല ബ്രില്യൻ്റായ ആളുകളാണ് കൊമേഴ്സ് പഠിക്കുന്നത്. CA ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം. വേറൊരു കാര്യം, ഈ ഒരു സബ്ജക്റ്റിന് മാത്രം പുതിയ അപ്ഡേഷൻ ഇല്ല, പഴയ കൊമേഴ്സാണ് ഇപ്പോഴും പഠിക്കുന്നത് അല്ലേ. അന്ന് കമ്പ്യൂട്ടറുമായിട്ടൊരു കണക്ഷനൊക്കെ വന്നു എന്നുള്ള ഒഴിച്ചാൽ പഴയ സംഗതി ഇപ്പോഴും പഠിക്കുന്നു, മാറ്റമില്ല. നല്ല ബുദ്ധിവയവും സമർപ്പണമുള്ളവരാ കൊമേഴ്സ് പഠിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളെപ്പറ്റി കുറ്റം പറയാതെ വയ്യ, സാഹിത്യം പെട്ടെന്ന് വഴങ്ങുകയല്ല. കൊമേഴ്സ് പഠിച്ചോളൂ, വഴങ്ങോ? വഴങ്ങില്ല. കാരണം ഇതിൻ്റെ ലോകം അങ്ങനെയാണ് അല്ലേ. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അക്കൗണ്ടൻസി എന്താ? അക്കൗണ്ടൻസി പഠിച്ചവൻ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല, ഹരിക്കുന്നുമില്ല. പിന്നെന്താ ചെയ്തേ? നമ്മളൊക്കെ ചെയ്ത ചിലവുണ്ടല്ലോ അത് അടുക്കി വെക്കുക. നമ്മൾ ചായ കുടിച്ചത്, കമ്മിറ്റി കൂടിയത്, സിമെൻറ്റ് മേടിച്ചത്, ഇതെല്ലാം പുള്ളി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പണിയുടെ പേരാണ് അതല്ലേ കൊമേഴ്സ്. സാഹിത്യം വഴങ്ങത്തില്ല. ന്യായമായിട്ട് മത്തായിക്ക് കൊടുക്കേണ്ട ജോലി ട്രഷററുടെ ജോലിയാണ്. പണി അറിയാം, കൊടുത്തില്ല. കൊടുക്കാതെ കൊടുത്ത പണി എന്താ? ജീവചരിത്രം എഴുതാൻ. എന്തിനാണെന്നറിയണ്ടേ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്, എൻ്റെ കഴിവ് കൊണ്ട് ഇത് ചെയ്തു എന്ന് വരരുത്. എന്നിരുന്നാലും മത്തായി ഒരു അക്കൗണ്ടൻസി ആ തത്വം ഇവിടെ പ്രവർത്തിച്ചു എന്നാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. കാരണം എന്താ? ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ, അത് തന്നെ ഈ അക്കൗണ്ടൻസി കണ്ടോ. അടുക്കും ചിട്ടയ്ക്കും ഇവരെ ജനനത്തിൻ്റെ കണക്കെടുത്ത് നല്ല അറേഞ്ച് ചെയ്ത് ഈ ഷെൽഫിലെടുത്ത് വെച്ചു. ശരിയല്ലേ? കണ്ടോ കൊമേഴ്സ് പഠിച്ചവൻ്റെ തല കാര്യം പോയ പോക്ക് കണ്ടോ. ഈ കാര്യം പോയ പോക്ക് കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ മലയാളം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർമാരുണ്ട്, ക്ഷമിക്കണം, നിങ്ങൾക്ക് നല്ല താലന്തില്ല, ഈ സാഹിത്യം പഠിപ്പിക്കാൻ പോകില്ല, കുഞ്ഞുങ്ങളുടെ ജീവിതം പോക്കാം. അപ്പോൾ ഈ ടീച്ചർ എങ്ങനെ ടീച്ചറായി എന്ന് ഇത്രയും നാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ടീച്ചർ ഈ മലയാളത്തിലെ ശ്ലോകമൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ പാടുന്ന പോലെ ഒരു പീഡനം ആ പാട്ടിനോട് ചെയ്യും. അർത്ഥം എന്താണെന്ന് ഇന്ന് വരെ ടീച്ചർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ആ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ താരിൽ തന്നീ കടാക്ഷാഞ്ചല മധുവകുൽ ആരാമ രാമാ ജനാനാ നീരിൽ താർവാണ വൈരാകര നികരധമോ മണ്ഡലീ ചണ്ഡഭാനോ, ഇത്രയും പറഞ്ഞിട്ട് പറയും, കണ്ടോ അർത്ഥം പോകുന്ന പോക്ക് കണ്ടോ. അർത്ഥം അങ്ങ് പോവുക, കൈവിട്ടു. നമ്മളെ അക്കൗണ്ടൻസി പോയ പോക്കുണ്ടോ. തലമുറകളെ എടുത്ത് അടുക്കി അടുക്കി വച്ചു. പ്രശ്നം അതല്ലെന്നേ. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. അപ്പം കാലം പുരോഗമിച്ചു. ഇതാരാ? ദാവീദ് ഒരു രാജാവാണ്, വെറും ഒരു രാജാവാണ്. നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മനോഹര ജീവിതത്തിൻ്റെ ഉടമ അതാ ദാവീദ് അല്ലേ. കലയും സാഹിത്യവും സംഗീതവും യുദ്ധവും നൃത്തവുമൊക്കെ വഴങ്ങിയ, ഒപ്പം മനുഷ്യഹൃദയമുള്ള, അപ്പോൾ തന്നെ കാർക്കശ്യ ബുദ്ധിയുള്ള, ബഹുഗുണങ്ങളുടെ ഒരു സവിശേഷ വിളനിലമാണ് ഈ ദാവീദ് അല്ലേ. നമ്മൾ ഈ ദാവീദിനെ കുറ്റം പറയുമ്പോഴും ഒരു ഗുണമുണ്ട്, അത് ഒരിക്കൽ പറയാ.
എൻ്റെ ദൈവത്തിനൊരാലയം, യാക്കോബിൻ വല്ലഭനൊരു നിവാസമുണ്ടാകും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കയില്ല. ഇങ്ങനെ വർജനം ആചരിച്ചൊരു വിശുദ്ധൻ്റെ പേരാ ദാവീദ്. എന്ത് മനോഹരമായ സങ്കീർത്തനങ്ങളല്ലേ. ഇതൊക്കെ എഴുതാൻ പാടാ. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഓടി നോക്കണം മോൻ്റെ മുമ്പിൽ നിന്ന് സങ്കീർത്തനാണോ വരുന്നതെന്നറിയാം. എങ്ങനൊരു മനുഷ്യനാണെന്ന് ആലോചിച്ച്, ഇത്ര കൃപയുള്ളൊരു മനുഷ്യൻ. അതാ ദാവീദ്. ഞാനിവിടെ ഒത്തിരി ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറയാ, ദാവീദല്ല ഇത്രയും സങ്കീർത്തനം ഉണ്ടാകാൻ കാരണം ശൗലാ. കാരണം ശൗലുള്ളത് കൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം എഴുതിയത്. വേറൊരുത്തൻ ചോദിച്ചു, ഈ ശൗല് സങ്കീർത്തനമൊന്നും എഴുതിയിട്ടില്ലേ? ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ, അവനും എഴുതണ്ട. കാരണം മിക്കവാറും നമ്മുടെ ഈ ചർച്ച് ലീഡേഴ്സ് എല്ലാം ഇപ്പോൾ ഈ പാട്ട് എഴുതുന്നൊരു തിരക്കിലാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു പട്ടാഭിഷേകം നടന്നിടത്ത് എന്നിട്ട് പറഞ്ഞു, വെച്ചാൽ പാട്ട് ഒന്നും എഴുതരുത്, ഉള്ള പാട്ടൊക്കെ ഞങ്ങൾ പാടിക്കോളാം. കാരണം ഇവർ ഈ എഴുതുന്ന പാട്ട് നമുക്ക് പാടാതിരിക്കാനൊക്കെ ഇവർ ലീഡർമാരും ആയിപ്പോയി. നമ്മളിതും വെച്ച് പാടുക, ഇത് പാട്ടാണോ? അതുമല്ല, പാട്ട് പോലൊരു സാധനം. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ക്രൈസ്തവ ഗാന സാഹിത്യത്തിന് ആൽക്കൊടുത്തോട്ടം കൊടുത്ത ഏറ്റവും വലിയ സംഭാവന ഞാനൊന്നും എഴുതിയിട്ടില്ല. കാരണം മര്യാദയ്ക്കുള്ള പാട്ട് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാനായിട്ടത് നമ്മളാരും അത് കുളവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാവിച്ചാൻ പാട്ടൊന്നും എഴുതിയേക്കില്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിവിടെ ജീവിച്ചു പോയിക്കൊള്ളാം. ഉള്ള പാട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ, എന്താ ഇപ്പോൾ ചെയ്യുക, നീ ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരി. അപ്പോൾ ദാവീദ് എത്ര പാട്ടെഴുതി? സങ്കീർത്തനങ്ങൾ. ഇത്രയും സങ്കീർത്തനം എഴുതിയ ആളാ. അപ്പോൾ കാലം പുരോഗമിച്ചു. ഇറങ്ങിത്തിരിച്ച നാളിലേ ഇങ്ങനൊരു രാജാവ് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നൊന്നും പ്രതീക്ഷയില്ലാത്ത ഘട്ടത്തിൽ ഇറങ്ങിയ വല്യപ്പന് ഇങ്ങനൊരു കൊച്ചുമോനെ ദൈവം കൊടുത്തെങ്കിൽ ഒരു വലിയ വിശ്വാസം നമ്മളിലെല്ലാം അങ്കുരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, നിന്നിൽ നിന്ന് രാജാക്കന്മാരും എനിക്കുത്ഭവിച്ചു വരും. പ്രൈസലോ. ഇനി അടുത്ത വാക്യം എങ്ങനെ? അബ്രഹാം മുതൽ ദാവീദ് വരെ 14. അപ്പം ചരിത്രത്തിന് പുരോഗതി ഉണ്ടല്ലേ. ഒരു സാധാരണ മനുഷ്യരിൽ തുടങ്ങി രാജാവിലെത്തി. പിന്നെ അവിടുന്ന് ഇപ്പോൾ വായിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴെന്താ നമ്മൾ വായിച്ച് നിർത്തിയെന്ന അർത്ഥം? അബ്രഹാം എവിടുന്നാ തുടങ്ങിയേ? ഊരിൽ നിന്ന്. ഊരെവിടാ? ബാബിലോൺ. ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ചതിൻ്റെ 14-ാം തലമുറയിൽ ദാവീദ്. ദാവീദിൽ നിന്നൊരു 14-ാം തലമുറ നേരെ റിവേഴ്സ് ഓർഡറിൽ എവിടെ ചെന്നു? ബാബേലിൽ. അപകടം മനസ്സിലായോ? സംഗതി പിടികിട്ടിയോ? തിരിച്ചു ചെന്നു. അപ്പം ചരിത്രം താഴേക്ക് താഴേക്ക് അതപ്പതിച്ചു. ഇതാണ് ഈ വാക്യത്തിലെ അപകടം. 28 തലമുറയ്ക്കപ്പുറത്ത് അപ്പൻ 10 രാജാക്കന്മാരുടെ മീതെ ജയോത്സവം കൊണ്ടാടി പിടിച്ചെടുത്ത വിരുദ്, ജയം 28-ാം തലമുറയിലെ കൊച്ചുമക്കൾ നശിപ്പിച്ച അടിയറവ് പറഞ്ഞ് പഴയ തട്ടകത്തിൽ ചെന്നു വിട്ടു. അബ്രഹാം വിഗ്രഹാരാധനയുടെ മടിത്തട്ടായ നാനാർ എന്ന ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ച ഊർപ്പട്ടണം വിട്ട് ജയോത്സവത്തോട് ഇറങ്ങിത്തിരിച്ച് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെ കൺപാർത്ത് യാത്ര തിരിച്ചു പോയ വഴിയിൽ ദാവീദെന്നൊരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മകനായ സോളമൻ മനോഹരമായ ദേവാലയം, അതിബൃഹത്തായ നിരവധി ദൈവിക പദ്ധതികൾ, ആ കൂടെ ദൈവജനത്തിന് വേണ്ട ആലോചനകൾ, മോശയിലൂടെ കിട്ടിയ ന്യായപ്രമാണം, ഇതെല്ലാം കൈപ്പറ്റിയൊരു ജനത തോറ്റു തുന്നം പാടി. ദേവാലയം നഷ്ടപ്പെട്ട്, പൗരോഹിത്യം നഷ്ടപ്പെട്ട്, ഏഹോദ് നശിച്ച്, ദേവാലയം തകർന്നടിഞ്ഞ് പ്രമാണങ്ങൾ അന്യമായി ബാബിലോണിൽ തിരിച്ചു ചെന്നു. ഇപ്പം മനസ്സിലായോ മർമ്മം? കാര്യം മനസ്സിലായല്ലോ. അപകടം. ആ കൂടെ പോയവരുടെ പേരാ ശദ്രക്ക്,
മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ, നമ്മുടെ പ്രവാചകനായ എസക്കിയേൽ ഒക്കെ ഉണ്ട്. അവരവിടെ ചെന്നു. നമുക്ക് ഇനി എളുപ്പമാണ് ബാക്കി കാര്യം. ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഈ ബാബിലോൺ മാത്രമാണ് നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. ഇത്രയും ചരിത്രം ഏകദേശം ഒന്ന് മനസ്സിലായോ? അതിൻ്റെ ആ സ്ട്രക്ചർ മനസ്സിലായോ? ഇനിയുള്ള ഈ ഭാഗമൊക്കെ വായിച്ചാൽ കാര്യം മനസ്സിലാവും. എന്നാൽ ഇത് നെറ്റിലൂടെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. യൂട്യൂബിലൊക്കെ കാണും, നോക്കിയാൽ അനാശനം മനസ്സിലാവും. നമുക്കതൊന്ന് ഉപസംഹരിക്കാം. ഇനി പറയേണ്ടത്, ഇവിടെ വന്ന ഈ കുട്ടികളെ രാജാവ് തൻ്റെ ഇംഗിതത്തിന് വഴക്കിയെടുത്ത് തൻ്റെ രാജ്യസേവയ്ക്ക് ഉതകും വിധത്തിൽ അവൻ്റെ ലക്ഷ്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച് ബാബിലോന്യനാക്കി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ മക്കൾ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ ചെറുത്തു. ദാനിയേൽ 1-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ പേര് മാറ്റി. 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ഭക്ഷണ രീതി മാറ്റി. 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആരാധന രീതി മാറ്റി. ആദ്യത്തെ വോട്ടെന്ന് വെച്ചു. എന്താ വോട്ടെന്ന് നോക്കാൻ കാരണം? ഇപ്പോൾ പേരല്ലേ, എന്തേലും ഇട്ട് വിളിച്ചോട്ടെ എന്ന് വെച്ചു. നമുക്കെല്ലാം ഓരോ പേരുണ്ട്. അത് നമുക്ക് വിളിക്കാനുള്ളല്ലോ, അല്ലല്ലോ, മറ്റുള്ളവന് വിളിക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തേലും വിളിച്ചാൽ മതി, പോരെ? അത് കറക്റ്റ് പാലിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. എന്തോന്നാ വിളിക്കുക? ഷേ, ദേ, കേട്ടോ. അവർക്കത് കറക്റ്റ് അറിയാം. ഇപ്പം ഇന്നെ വിളിക്കണമെന്നില്ലല്ലോ, അല്ലേ? പോട്ടെ. പറഞ്ഞു വന്നത്, ഈ കുഞ്ഞുങ്ങളുടെ പേര് ഉച്ചരിക്കാനുള്ള പ്രയാസം കൊണ്ട് മാറ്റുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സെമിനാറിലെങ്ങാണ്ട് പഠിക്കുന്ന 2 പിള്ളേർ, കോട്ടയത്താണോ എവിടെയാണെന്നറിയില്ല, നമ്മുടെ സെമിനാറിലെങ്ങാണ്ട് പഠിക്കുന്ന 2 നമ്മുടെ വടക്കിൻ്റെയിലെ എന്താ പറയുക, നോർത്ത് ഈസ്റ്റ് കുട്ടികൾ മെഡിക്കൽ കോളേജിലെങ്ങാണ്ട് മരുന്ന് മേടിക്കാൻ ചെന്നിട്ട് അവനോട് പേര് ചോദിച്ചപ്പോൾ ജിൻ ജാൻ ലിയോൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പേര്. കൗണ്ടറിലിരുന്നവൻ പറയുക രാജു എന്ന് എഴുതുമെന്നു. ഇവിടെ നേരമില്ല പോയി മരുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ. കാരണം ഈ പേര് വഴങ്ങത്തില്ല. അതുകൊണ്ടാണ്. പിടികിട്ടിയോ? കാര്യത്തിൻ്റെ ഗതിയോട് മനസ്സിലായോ? പിള്ളേരുടെ പേരെങ്ങനെ? ബിയാക്ക്, തുളുങ്ങ്, അങ്ങനെയൊക്കെ അല്ലേ ഒന്ന് പഠിക്കുന്ന നോർത്ത് ഈസ്റ്റ് പിള്ളേരുടെ പേര്. അത് ഇവിടെ നിന്ന് എഴുതിയാൽ തീരുകയില്ല. അപ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നൊക്കെ പേര് മാറ്റിയിടാൻ കാരണം എന്താ? ഇവരേതെങ്കിലും പേരിട്ടാ? ദൈവങ്ങളുടെ പേരിട്ടു. അങ്ങനെയാണ്. അപ്പോൾ അവരത് പോട്ടെന്ന് വെച്ചു. 2-ാം അധ്യായത്തിൽ ഭക്ഷണം, ആര് പറഞ്ഞു ഭക്ഷണം വേണ്ട? ഭക്ഷണം വേണ്ടെന്നല്ല, ഈ ഭക്ഷണം വേണ്ട. 3-ാം അധ്യായത്തിൽ പറഞ്ഞു നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ആരാധന, അതും നിരസിച്ചു. ആട്ടെ, നമുക്ക് സന്തോഷമുണ്ടോ ഇങ്ങനെ? നമ്മളാണെങ്കിലും നിരസിക്കും. ഇതൊക്കെ നിരസിക്കും. എന്നാൽ ഞാൻ അവരനുഭവിച്ച ആ സുഖസൗകര്യങ്ങൾ ഒരു വാക്കിലൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് തീരുമാനിക്കണം രാജാവ് കൊടുത്ത ഭക്ഷണം വേണോ വേണ്ട എന്നൊക്കെ നമുക്ക് എന്നിട്ട് തീരുമാനിക്കണം. എന്താ പറയുന്നു? കൊച്ചുമോളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഭക്ഷണത്തിൻ്റെ കാര്യം അങ്കിൾ പറയുന്നത്. ഇവിടെ ഇങ്ങോട്ട്, അവിടെ അവർ ഗംഭീര പരിപാടിയാണല്ലോ. ഇതേ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചിരി. ഞാൻ ഇവരോട് ഇത് പറയാൻ കാരണം, നമ്മൾ ബൈബിൾ എത്ര പഠിച്ചാലും ഈ 5 അപ്പം കൊണ്ട് എത്ര പുരുഷന്മാർക്കാ? 5000 പുരുഷന്മാർക്ക്. സ്ത്രീകളുടെ കണക്കുണ്ടോ അവിടെ? എന്താ ഇല്ലാത്ത? ഇത്രേ ഉള്ളൂ. കണക്കില്ലാതാ ചിലപ്പോൾ സ്ത്രീകൾ കഴിക്കുന്നത്. അത് പിന്നെ ബൈബിളിൽ എഴുതി നിങ്ങളെ പരിഹസിക്കണ്ടല്ലോ എന്നോർത്ത്. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ കൃപ എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ എഴുതി വെച്ച് പോയിരുന്നെങ്കിൽ ലേഡി സമാജം വല്ലതും നടക്കുമോ? പിന്നെ ഇല്ല. പോട്ടെ. എൻ്റെ മക്കളും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അങ്ങളൊരു കഥ പറയുക, ശ്രദ്ധിക്കുക. അപ്പോഴേ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോമാർ അല്ലെങ്കിൽ മഹാനായ നെബൂഖദ്നേസർ ഇവരെ വേട്ടയാടിപ്പിടിച്ച് ഇവരുടെ ദേവാലയം കൊള്ളയടിച്ച് അതിനെ മുച്ചൂടും നശിപ്പിച്ച് കൈകാലുകളിൽ ചങ്ങല കെട്ടി ചാട്ട കൊണ്ടടിച്ച് ബാബിലോണെന്ന സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ ഇനി ഒരിക്കലും മടങ്ങിപ്പോയി വാഗ്ദത്തദേശം പുനർനിർമ്മിക്കാതിരിക്കാൻ എല്ലാ പദ്ധതികളും ചെയ്തു വച്ച്
അവർക്കാകർഷണീയമായ സംവിധാനങ്ങൾ ഈ രാജ്യത്തൊരുക്കി. അത് ഞാൻ പറയാം. മഹാരാജാവായ നെബൂഖദ്നേസർ നാളുകൾക്ക് മുമ്പ് തനിക്കൊരു തലസ്ഥാന നഗരി പണി കഴിപ്പിച്ചു. ഈ തലസ്ഥാന നഗരിയുടെ നീളം 14.5 മൈൽ ആയിരുന്നു. അതിൻ്റെ വീതിയും 14.5 മൈലായിരുന്നു. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ യൂഫ്രട്ടീസ് എന്ന മഹാനദിക്ക് അക്കരയും ഇക്കരയുമായി പണി കഴിപ്പിച്ച ഒരു മനോഹര പട്ടണം. ഇനി പറയുന്ന കണക്ക് ചിലപ്പോൾ അതിശയോക്തി വരാം, എങ്കിലും ഏതാണ്ടൊക്കെ ശരിയാണ്. ഈ 60 മൈൽ ചുറ്റളവിൽ 14 മൈൽ നീളം 14 മൈൽ നീളത്തിൽ വീതിയിൽ വരുന്ന ഈ നഗരത്തിന് ചുറ്റും 84 അടി കനത്തിൽ 100 അടി ഉയരം വരുന്ന പടുകുറ്റൻ കോട്ട കെട്ടി രാജാവ് ഉറപ്പിച്ചു. ഈ കോട്ടയ്ക്ക് മുകളിൽ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയും വിധം ഹൈവേ പോലെ വിസ്തൃതി. ഇതിനകത്തേക്ക് കടക്കാൻ 100 വാതിലുകൾ. ഈ 100 വാതിൽ കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടം, അത് താമ്രപാളികൾ നിരത്തി സ്ക്രൂ ചെയ്ത് ഇരുമ്പോടാമ്പൽ ചെലുത്തി സ്പ്രിങ് ഘടിപ്പിച്ച പ്രത്യേകതരം താമ്രവാതിൽ. ഈ താമ്രവാതിൽ എപ്പോഴും തുറക്കില്ല. ആണ്ടിൽ 4-5 തവണ മാത്രം. നിമ്രോദിൻ്റെ ഓർമ്മപ്പെരുന്നാളിൽ സെമിറാമീസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ, അങ്ങനെ ദേശീയ പ്രാധാന്യമുള്ള ഉത്സവ ദിനങ്ങളിൽ മാത്രം തുറക്കുന്ന വാതിൽ. ബാക്കി 100 വാതിലിൽ 99 അടഞ്ഞു കിടക്കും. ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ തുറക്കില്ല. സുരക്ഷ പരിഗണിച്ച് ഏത് വാതിൽ തുറക്കുമെന്ന് ഒരു നിശ്ചയവും ആർക്കില്ല. ഇനി ഇതിന് മുകളിൽ കൂടി എപ്പോഴും ജാഗരൂകരായി സഞ്ചരിക്കുന്ന ബാബിലോന്യ പട്ടാളം, നിശ്ചിത ഇടങ്ങളിൽ കാവൽ ഗോപുരങ്ങൾ, സൈനിക മേധാവികളുടെ ഓഫീസുകൾ, ഇതര കാര്യാലയങ്ങൾ, മറ്റ് ആയുധപ്പുരകൾ, ധാന്യപ്പുരകളൊക്കെ ഇതിന് മുകളിൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് കടക്കാൻ, വാതിലൂടെ കടക്കാനുള്ള വൈഷമ്യം മനസ്സിലായോ? പക്ഷേ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കടന്നല്ല പറ്റൂ. പേടിക്കേണ്ട, നമ്മളിതിനകത്ത് കടക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ദൈവമക്കളായതല്ല, നമ്മൾ മലയാളികളാണ്. കടക്കാതിരിക്കാൻ ഒക്കുമോ? ഒക്കില്ല. നമ്മളിതിനകത്ത് കടക്കും. എങ്ങനെ കിടക്കുന്നേ? ഇതിൽ തള്ളിപ്പിടിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ അകത്ത് മുതലക്കുളമാണ് ഭിത്തിയോട് ചേർന്ന്. അപ്പോൾ എന്തു ചെയ്യും? ഒറ്റ വഴി. ഈ താമ്രവാതിൽ തുറക്കുമ്പോൾ അകത്തേക്ക് കയറാം. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ തുറക്കുന്ന, നേരെ കിടക്കുന്ന കല്ലുപാകി ഉറപ്പിച്ച റോഡ്. ചുണ്ണാമ്പ് കല്ലുകൾ പാകിയുണ്ടാക്കിയ മനോഹരമായ പാത. അതിൻ്റെ 2 ഓരത്തും തണൽമരങ്ങൾ. ആ തണൽമരങ്ങളുടെ അഗ്രമിങ്ങനെ പരസ്പരം മുട്ടി ഉരുമി നിൽക്കുന്നു. ആ ശീതള ചായയിലൂടെ നമ്മുടെ യാത്ര. തലങ്ങും വിലങ്ങും റോഡുകൾ, മുന്തിരിത്തോട്ടങ്ങൾ, മറ്റു ഫലവൃക്ഷങ്ങൾ, തണൽമരങ്ങൾ, സുഗന്ധദായകങ്ങളായ പുഷ്പങ്ങൾ ഒക്കെ നിൽക്കുന്ന ഒരു മനോഹര നഗരം. ഈ നഗരത്തിൻ്റെ കൊത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നു. കുറേ ദൂരം ഈ വഴി പിന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നദിക്കക്കരെ ഇക്കരെ കടക്കാൻ ഒരു പാലം. പാലത്തിൻ്റെ കൈവരികൾ താമ്രനിർമ്മിതമാണ്. മിനുക്കി മനോഹരമാക്കിയ ആ കൈവരികളിലേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യപ്രകാശം പ്രഭാതത്തിൽ വരും. ആ കാഴ്ച ഒരു വിസ്മയമാണ്. വൈകുന്നേരത്ത് ആ കാഴ്ചയുടെ ഭംഗി വീണ്ടും ആവർത്തിക്കും. അവർ പാട്ടുപാടി സൂര്യദേവനെ പുകഴ്ത്തിക്കൊണ്ട് പറയും, ബാൽദേവ, ഇത് നിൻ്റെ എഴുന്നള്ളത്ത്. വൈകുന്നേരം പറയും, മണവാളൻ തൻ്റെ മണവറയിലേക്ക് തിരിച്ചു പുറപ്പെടുന്നു. പാട്ടും നൃത്തവും ആഘോഷവുമാക്കി
ഓരോ സായന്തനങ്ങളും തീർക്കുന്ന ഭംഗിയുള്ളൊരു നഗരം. ഇനി ഈ 2 പാലങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത് 2 ഗോപുരങ്ങളിലാണ്. ആ ഗോപുരത്തിൽ കയറിയാൽ നമ്മെ വിസ്മയിപ്പിക്കുന്നൊരു കാഴ്ച, താഴേക്ക് 90 ഡിഗ്രി ആംഗിളിൽ തുറക്കുന്നൊരു പടിക്കെട്ട്. താഴെ ചെന്നാൽ നിങ്ങളൊരു ഭൂഗർഭ തുരങ്കത്തിലെത്തി. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ 100 കണക്കിന് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു പടുകുറ്റൻ വിരുന്നുശാല. മുകളിൽ കൂടി യൂവർട്ടീസ് ഒഴുകുന്നു. താഴെയാണ് ഈ ടണല്. അതിന് പില്ലറും സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ ചുണ്ണാമ്പ് ചൂളയിൽ നിന്നെടുക്കുന്ന ഒരു തരം വാതകത്തിൽ തീ പടർത്തി ഈ ഭിത്തിയിലൊക്കെ, മാർബിൾ ഒട്ടിച്ച ഭിത്തിയിലൊക്കെ അതിങ്ങനെ പ്രതിഫലിപ്പിച്ച് അർത്ഥവൃത്താകൃതിയുള്ളൊരു സ്റ്റേജിൽ ആളുകൾ പാട്ടുപാടി നൃത്തം ചെയ്ത് നമുക്ക് വേണ്ടി, അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വീഞ്ഞ് നിറച്ച് വെച്ച കുപ്പികൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള മദ്യക്കോപ്പകൾ, വറുത്ത മാംസക്കഷണങ്ങൾ, ധാന്യത്തിൽ ഉണ്ടാക്കിയെടുത്ത വിവിധതരം ആഹാരപദാർത്ഥങ്ങൾ, ഇതൊക്കെ പാട്ടുപാടി നൃത്തം ചെയ്ത് നർത്തകന്മാർ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് ഡിന്നറിൻ്റെ പൊതുരീതി. ഇതാ ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമാർ വേണ്ടെന്ന് വെച്ചത്. മനസ്സിലായോ? നമ്മളിലാണ് ഇത് കണ്ട ചെന്ത് പറഞ്ഞനെ, പ്രൈസ് ദ ലോർഡ്. എനിക്ക് കോട്ടയത്ത് കിട്ടാത്തത് ഇവിടെ വന്നപ്പോൾ കിട്ടിയെന്നല്ലേ? ആക്കെ വിട്ടേക്കാം, നീട്ടണില്ല അവിടെ ഒന്നും. ദൈവമക്കളെ, അവരത് നിരസിച്ചിട്ട് പറഞ്ഞു, ശാഖപദാർത്ഥം, അത് മാംസമൊന്നുമല്ല, ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉപജീവനം കഴിക്കാം. രാജാവ് പറഞ്ഞു, സൈനികൻ പറഞ്ഞു, മേലധികാരി പറഞ്ഞു, രാജാവ് നിങ്ങളുടെ ശരീരം ഒത്തു നോക്കിയാൽ സംഗതി ആകപ്പാടെ മാറും. അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, അവർ പറഞ്ഞു അങ്ങനെയല്ല, നീ പരീക്ഷിക്കും ഞങ്ങളെ. ഇത് നമുക്കുള്ളൊരു ദൂത എന്തെന്നറിയണ്ടേ? ഭക്തൻ്റെ ആരോഗ്യം കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമല്ല, അവൻ്റെ ശക്തി പ്രതിമാസ ശമ്പളത്തിൻ്റെ ശക്തിയല്ല, അവൻ്റെ അറിവ് പഠിച്ചെടുത്ത ഓർമ്മയുടെ അറിവല്ല, പാരമ്പര്യമോ പൈതൃകമോ അല്ലാത്ത ഒരു വാഗ്ദത്തം നമ്മുടെ എല്ലാം മീതെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജയോത്സവത്തോടെ ഇവിടെ വരെ എത്തിയത്. ആ ദൈവകൃപയ്ക്കായി നമുക്ക് തമ്പുരാനെ സ്തുതിക്കാം. ഏതായാലും ഈ സ്ഥലത്ത് ഈ സംഭവമൊക്കെ മനസ്സിലായില്ലേ? എന്നാൽ ഇവിടെ ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ ഇനി ഒരിക്കലും പിള്ളേർ തിരിച്ചു പോകാതിരിക്കാൻ ചെയ്ത, അങ്ങനെ ഇരിക്കുക 3-ാം അധ്യായത്തിലെ വിഗ്രഹം അതിനെ വെച്ചു. കുഞ്ഞുങ്ങൾ നമസ്കരിച്ചോ? ഇല്ല, നമസ്കരിച്ചില്ല. അപ്പോഴാണ് വെട്ടാൻ പിടിച്ചു. വെട്ടാൻ പിടിച്ചപ്പോൾ ആദ്യം പിടിച്ചാരെയാ? ദാനിയേലിനെ. ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരും അവസ്ഥ അല്ലേ? ഈ തിന്മയിൽ പങ്കെടുക്കാത്ത നമ്മെ അപവാദങ്ങൾ കൊണ്ട് മൂടി ആദ്യം തകർക്കാൻ അറസ്റ്റ് ചെയ്തു. എൻ്റെ ഒരു അത്ഭുതം, ഒരു രാജാവിട്ട ഉത്തരവ് കണ്ടിട്ട് ദാനിയേൽ പറയുക അതങ്ങ് മരവിപ്പിക്കാൻ. ഞാനാ പറയുന്നത് മരവിപ്പിക്കുക. അപ്പോൾ ഏത് വിധിയും മാറ്റിമറിക്കാൻ പ്രാർത്ഥന മനുഷ്യൻ്റെ അധരങ്ങളിൽ ഒരു ഉത്തരവ് ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഇത് ചിന്തിച്ചു പോകണം. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. അത്തരം ഉത്തരവുകളെ മരവിപ്പിച്ച് നിർത്തിയിട്ട് പറയുക എന്നെക്കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിർത്തണം. ഞാനാ ഗ്യാരണ്ടി. എഴുതിയ ഉത്തരവിൻ്റെ പകർപ്പും കൊണ്ട് വന്നവൻ്റെ വാളിൽ കൈവച്ച് തടഞ്ഞിട്ട് പറയാൻ നോ. നിർത്തിയേക്ക്. ഇതാ നമുക്ക് ഉയരത്തിനുള്ള അധികാരം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, മഴയെ തടയാൻ ആവശ്യപ്പെടുമ്പോൾ അത് പെയ്യാൻ ഒക്കെ കഴിയത്തക്ക വിധം പ്രാർത്ഥിക്കുന്ന ഏലിയാവിൽ കൊടുത്ത അതേ അനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഉത്തരവിനെ റദ്ദാക്കിയിട്ട് പറയുക എന്നെ അവിടെ കൊണ്ടുചെല്ലാൻ. സ്തോത്രം. സ്വപ്നം കണ്ടത് വിവരിക്കാൻ പറ്റാതെ വന്നപ്പോൾ വിവരിക്കാൻ ബുദ്ധിമുട്ടുന്ന 2-ാം അധ്യായത്തിൽ അനുഭവം പറഞ്ഞേ. ഹല്ലേലൂയ. ഉത്തരമില്ല. ഒടുവിൽ രാജാവ് കണ്ട സ്വപ്നം ദാനിയേൽ വിശദീകരിച്ചു. എന്നിട്ട് ഈ കൂടെ ഒന്നുകൂടി പറഞ്ഞു, ഇവരെ ആരെയും കൊല്ലണ്ട കേട്ടോ. ഒക്കെ പോട്ടെ. അങ്ങനെ കൊല്ലാതെ വിട്ടവൻ എന്ത് ചെയ്തെന്നറിയണ്ടേ? അടുത്ത അധ്യായത്തിൽ കൂടി നമ്മളെ കൊണ്ട് വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിച്ചെന്നു.
കണ്ടോ, നമ്മൾ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടവനാ അവൻ എന്ത് ചെയ്യുക? നമ്മളെ കൊല്ലാൻ പകർപ്പ് മേടിച്ചത്. നന്ദി കെട്ടൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നല്ലേ? ആ, നന്ദി കെട്ടൊരു ലോകത്ത് എങ്കിലും പ്രാർത്ഥിക്കുന്നവന് ഒരു കാര്യം ഉറപ്പാണ്, ലോകം മുഴുവൻ എതിരാകുമ്പോഴും നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവത്തിൻ്റെ കരം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിനെ വെട്ടിമാറ്റി ഒന്നിനും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.